അഭിവന്ദ്യ മെത്രാപ്പൊലിത്ത തിരുമേനി, അഭിവന്ദ്യ കുർലോസ് തിരുമേനി, ഡോക്ടർ തോമസ് മാർത്തോ തീത്തോസ് ഇസ്കോഫ തിരുമേനി, ഡോക്ടർ പങ്കജ് ചതുർവേദി, അഭിവന്ദ പിതാക്കന്മാരെ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിച്ചേരാൻ അല്പം വൈകിയിരുന്നു. അതിൽ ആദ്യം എൻ്റെ ഖേദം പ്രകടിപ്പിക്കട്ടെ. കാരണം ഔദ്യോഗികമായിട്ടുള്ള അല്പം തിരക്ക് കാരണമാണ് ഇവിടെ എത്തിച്ചേരാൻ താമസിച്ചത്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ ഈ ഡയമണ്ട് ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഥാപനത്തിൽ നടക്കുകയാണ്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ മുൻപ് ഈ സ്ഥാപനത്തിൽ 1-2 തവണ എത്തിച്ചേരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള ഓരോ ചടങ്ങുകളിലാണ് ഈ വേദിയിൽ എത്തിച്ചേരാൻ സാധിച്ചിരുന്നത്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഓസ്പീസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിങ്ങും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചടങ്ങിലാണ് സംബന്ധിക്കുന്നത്. നമുക്കറിയുന്ന പോലെ നേരത്തെ അഭിവന്ദ്യ തിരുമേനി പറഞ്ഞു, മന്ദിരങ്ങളെന്ന് മാത്രം നാമകരണം ചെയ്യണം. കാരണം നമ്മളെല്ലാവരും ഒരുപോലെ തന്നെയാണ്. അതിൽ ഏതെങ്കിലും രീതിയിലുള്ള നിരാശ്രയത്വമോ നിരാലംബത്വമോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുകയല്ല വേണ്ട, കൂടെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ട അതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള യത്നമാണ് ഏതൊരു സ്ഥാപനവും നിർവഹിക്കേണ്ടത്. ഇവിടെയും ഏറ്റവും സ്തുത്യർഹമായ രീതിയിൽ അത് നിർവഹിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഡോക്ടർ പങ്കജ് ചതുർവേദി, he quite surprised me because when he was able to call some of the guys who were sitting here. I am not sure I was able to call anybody from here because he knows some of the persons who are sitting here. It was quite surprising, sir. ഒരു നല്ല ഹ്യൂമാനിറ്റേറിയൻ ആയിരിക്കാം, അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ഇത്രയും വലിയ ഒരു ഹോസ്പിറ്റൽ കോംപ്ലക്സിൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ എന്നുള്ള നിലയിൽ ലോകത്തെ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുന്ന ഡോക്ടർ ജോൺസനെ അദ്ദേഹം പരാമർശിച്ചു, അതുപോലെ തന്നെ ആഷയെ പരാമർശിച്ചു, പ്രിൻസിയെ പരാമർശിച്ചു, അതുപോലെ തന്നെ ഫാദർ ഷിബോ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കോണ്ടാക്ട്സ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അൺഫോർച്ചുനേറ്റ്ലി I am here. Still I was not able to call anybody because I quite strange here. But when I am leaving here, I'll try to get to know each and every one. That's my word. എനിക്ക് ഏറെ സന്തോഷം, താങ്ക് യു, ഏറെ സന്തോഷം തോന്നുന്നത് ഈ രീതിയിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഞാൻ സന്ദർശിക്കാറുണ്ട്. ആ അവസരത്തിൽ ഞാൻ കാണുന്നതിനേക്കാളും വളരെ മികച്ച ഒരു സൗകര്യങ്ങളും മറ്റ് സംവിധാനങ്ങളുമാണ് ഇവിടെ ഇപ്പോൾ ഓസ്പീസിൻ്റെ ലോഞ്ച് ചെയ്ത സ്ഥാപനത്തിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അവിടെ അവരെ ശുശ്രൂഷിക്കുന്നതോ അല്ലെങ്കിൽ അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിലോ വളരെ ശ്രദ്ധാപൂർവമായിട്ടുള്ള, എങ്ങനെ ഒരു ആതുരാലയത്തിന് ഏതൊക്കെ സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയായും വിലയിരുത്തിക്കൊണ്ട് ഈ സ്ഥാപന മേധാവികൾ അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്നുള്ളത് കാണാൻ പറ്റും. നമുക്കറിയാം,
നമ്മൾ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും, ഏതൊരു ത്യാഗപ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അതെല്ലാം നമ്മളെ ദൈവത്തോട് അടുപ്പിക്കും. ഏതൊരു പ്രവർത്തനത്തിനും അതിൻ്റേതായ മഹത്വവും മേന്മയും ഉണ്ടാകും. ഇവിടെയും ഈ രീതിയിൽ സമൂഹത്തിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിക്കുന്നവരെ ജീവിതത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ദൈവം അവരുടെ മക്കളായിട്ട് സ്വീകരിക്കുന്നു എന്നുള്ളത് കൂടി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങളും അതിൻ്റെ പ്രവർത്തകരും വളരെയധികം സമൂഹത്തിന് വലിയ സഹായമാണ് ചെയ്യുന്നത്. നമ്മുടെ പൊതുവിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ജില്ലയിൽ ഈ രീതിയിൽ അവശത അനുഭവിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അവർക്ക് താങ്ങും തണലുമായിട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വർത്തിക്കുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകാനും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഞാൻ എൻ്റെ കാര്യശേഷി വിനിയോഗിക്കുമെന്ന് ഈ യോഗത്തെ അറിയിക്കുകയാണ്. ഏതായാലും ഈ ഉദ്യമത്തിനും ഈ സംരംഭത്തിനും ഇന്ന് ഇവിടെ നടന്നിരിക്കുന്ന ഡയമണ്ട് ജൂബിലി സെലിബ്രേഷനും എല്ലാവിധ ആശംസകളും നന്മകളും വിജയങ്ങളും നേരുന്നു. നന്ദി.